ഹായ് ഗായ്സ്, 10ന്റെ പൈസ ചിലവില്ലാതെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ ആർക്കാ ഇഷ്ടമല്ലാത്തത്? അതും ഹോം റെമഡി. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിനൊന്ന് ലൈറ്റൻ ചെയ്തെടുക്കാൻ പറഞ്ഞാൽ അത് പൊളിക്കില്ല ഗൈസ്. അതുപോലത്തെ ഒരു കിട്ടില്ലനായിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ റെമഡി ആയിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ദിവസം ഉപയോഗിക്കാം കേട്ടോ. റെഗുലർ ആയിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഡെയിലി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റോ മറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഉപയോഗിക്കാം. പിന്നെ 13 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫേസിൽ മാത്രമല്ല, നമുക്ക് ബോഡിയിലേക്കും വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ആ ഒരു ഫംഗ്ഷൻ ആകുമ്പോഴേക്കും നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കിന്നുണ്ടാവുന്ന ആ കറുത്ത പാടുകളെല്ലാം മാറിയിട്ട് നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആൻഡ് ലൈറ്റനിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴുത്ത തക്കാളിയും തോല് കളയാത്ത ഒരു പകുതി ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് മിക്സി ബൗളിനകത്ത് ഇടുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് അരയാനായിട്ട് ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് അങ്ങ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് തക്കാളിയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറ് കേട്ടോ. അതാണ്. അതിപ്പോൾ ഏത് അരി ആയാലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ ചേച്ചി ഈ അരി പറ്റുമോ അല്ലെങ്കിൽ ആ അരി പറ്റുമോ എന്ന് ചോദിച്ചാൽ ആരും കമൻ്റ് ഒന്നും ഇടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കയ്യിൽ ഏത് അരിയാണെങ്കിലും നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ആക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് അരഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് റെഡി. ഇനി ഇതിനകത്ത് ഗ്ലിസറിനോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒന്നും തന്നെ നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. ഇതേപടി അങ്ങ് നമുക്ക് നമ്മുടെ ഫേസിൽ, കഴുത്തിൽ, കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് അങ്ങ് ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് നമ്മൾ റൈസിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 5 ടീസ്പൂൺ റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 ടീസ്പൂൺ റൈസിന് ഒരു പഴുത്ത ടൊമാറ്റോ, നമ്മുടെ തക്കാളി, പിന്നെ ഒരു പകുതി ഉരുളക്കിഴങ്ങ്, ഇതാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഡെയിലി റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് റെഗുലറായിട്ട് ഇതുപോലെ കുറച്ചെടുത്ത് നമ്മുടെ മിക്സി ബൗളിൽ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 2-3 ഡേയ്സ് മാത്രമേ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. കാരണം പൊട്ടോട്ടോ അതിനകത്ത് ചേർത്തുകൊണ്ട് തന്നെ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, 2 അല്ലെങ്കിൽ 3 ദിവസം മാത്രം ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെയിലി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ ഫ്രം ഷംന.